നമ്മളോടൊപ്പം തത്സമയം ടെലിഫോണിലാണ് പുഷ്പ എന്ന ഈ ചെന്താമര കൊലപാതകം നടത്തിയ പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയി കോയമ്പത്തൂരിൽ താമസിക്കുന്ന ഈ കേസിലെ സാക്ഷി കൂടി നമ്മളോടൊപ്പമുണ്ട്. ശ്രീമതി പുഷ്പ, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ ഇയാൾ ഇനി പുറത്തേക്ക് വരില്ല എന്ന ഉറപ്പിൽ മാത്രമേ നാട്ടിലേക്ക് തിരിച്ചു വരികയുള്ളൂ, അത്രമേൽ ഭയമാണ് എന്നാണ് പുഷ്പ പറഞ്ഞത്. ഈ വിധി കേട്ടുവല്ലോ, തൂക്കുകയറാണ് ചെന്താമരയ്ക്ക്, എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. തൂക്കുകയർ കൊടുത്താൽ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നതാണ്. ഞങ്ങൾക്കാണെങ്കിലും ആ കുട്ടികൾക്കാണെങ്കിലും അങ്ങോട്ട് വരണമെങ്കിൽ പിന്നെ തൂക്കുകയർ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അയാളെ വെറുതെ വിട്ടാലും അയാൾ അതേ തന്നെ ചെയ്യുള്ളൂ. അയാളെ പറഞ്ഞത് തന്നെ ചെയ്തുകൊണ്ടിരുന്നല്ലോ. അപ്പൊ മൂന്നാമത്തെ കൊലയും നടത്തിയിട്ടല്ലേ പോയത്. ഞങ്ങൾക്ക് അയാൾ ഒരിതും ഉണ്ടായിരുന്നില്ല. അയാൾ ചെയ്യുന്ന തന്നെ ഉറപ്പാണ്. അയാൾക്ക് തൂക്കുകയർ തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതന്നെ നടത്തിയും കൊടുത്തു. പേടിയൊക്കെ മാറിയോ? തന്നെ കൊടുക്കണം. പേടിയൊക്കെ മാറിയോ? പേടിയൊക്കെ മാറി. ശരി, ഈ കേസിൽ ഇപ്പോഴും അവിടെ നിന്ന് ചിലരൊക്കെ സാക്ഷി മൊഴി മാറ്റി പറഞ്ഞു എന്ന് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്നാണ് പുഷ്പ വിചാരിക്കുന്നത്? അതും ഇതേപോലെ പേടിച്ചിട്ടല്ലേ ആരും രംഗത്ത് വരാത്തത്. അവരെ കണ്ടവരെയൊക്കെ കൊല്ലും നോക്കിയല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടവര് പറഞ്ഞു കൊടുത്ത ഞാൻ കൊല്ലും പറഞ്ഞിട്ടാണ് അവരുടെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. തനിക്കെതിരെ സാക്ഷി പറഞ്ഞാലും കൊല്ലുമെന്നൊരു ഭീഷണി ഉണ്ടായിരുന്നു അല്ലേ? ഞങ്ങളുടെയൊക്കെ എതിരെ ഇപ്പൊ അങ്ങനെയാണ്. എതിരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഞങ്ങളെതിരായി പറഞ്ഞു. എന്നെ കുറ്റപ്പെടുത്തി, എന്നെ ചൂണ്ടിക്കാണിച്ചു. അതൊക്കെയാണ് അയാൾ നല്ല കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോയി ഞങ്ങൾ കുറ്റപ്പെടുത്താൻ ചൂണ്ടിക്കാണിക്കാനൊക്കെ. അയാൾ അതല്ലേ പറയുന്നത്. പിന്നെ ആൾ ചൂണ്ടിക്കാണിച്ചവരെയും കുറ്റപ്പെടുത്തിയവരെയും ഒക്കെ ഞങ്ങൾ കൊല്ലും, ഒന്നിനും വെച്ചിരിക്കില്ല ഞാന്, അതല്ലേ പറയുന്നേല്. അന്ന് ഞാൻ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എന്നെ കൊന്ന തന്നെ. സജിതാന്റെ ഇതിൽ തന്നെ അയാൾക്ക് ഭയങ്കര മുറുമുറുപ്പായിരുന്നു. അതുകൊണ്ടാണ് ആ വയസ്സായി അമ്മനെയും കൂടി കൊന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീമതി പുഷ്പ. എന്തായാലും അവിടെയുള്ളവർക്കൊക്കെ വലിയ സമാധാനം നൽകുന്ന ഒരു ശിക്ഷാവിധിയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ചെന്താമരയ്ക്ക് നേരത്തെ തന്നെ ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. ഇപ്പോൾ തൂക്കുകയർ വിധിച്ചിരിക്കുകയാണ്. തൂക്കുകയറൊപ്പം 20 ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുന്നു. അത് ചെന്താമരയിൽ നിന്ന് ഈടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ സംസ്ഥാന സർക്കാർ നൽകണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്.